2011 തൊട്ടാണ് ഡ്യൂ ആയിട്ടുള്ളത്. അത് സംബന്ധിച്ച് ട്രേഡ് യൂണിയനുകളൊരു ഡിമാൻഡ് നോട്ടീസ് നമുക്ക് തന്നിരുന്നു. ആ ഡിമാൻഡ് നോട്ടീസുമായുള്ള ചർച്ച വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ഏകദേശം 1 മാസത്തോളം കൊണ്ട് തന്നെ അത് ചർച്ചകൾ പൂർത്തീകരിച്ച്, അതായത് 2ാമത്തെ മാസത്തിൽ തന്നെ ഫെബ്രുവരി 19th തന്നെ നമ്മൾ അതിൻ്റെ എഗ്രിമെൻ്റ് ഒപ്പുവെച്ച് മാർച്ച് 1-ാം തീയതി തന്നെ ഗവൺമെൻറ്റിൽ അപ്രൂവലിനായിട്ട്, അതായത് ബോർഡിൻ്റെ അനുമതിയോടുകൂടി നമ്മൾ ഗവൺമെൻറ്റിലേക്ക് സബ്മിറ്റ് ചെയ്തു. അതായത് സർക്കാരിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ നമുക്ക് ഇത് പേരുവിഷൻ്റെ ആനുകൂല്യങ്ങൾ നമുക്ക് പ്രഖ്യാപിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാനോ പറ്റുക സർക്കാരിൻ്റെ അനുമതിക്ക് വിധേയമായാണ്. ആ അനുമതിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഗവൺമെൻറ്റിലേക്ക് കൊടുത്തിരിക്കുന്നത്. അതിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾക്ക് അന്ന് 1/3/2011 നമ്മൾ ഗവൺമെൻറ്റിലേക്ക് കൊടുത്തത്, അനുമതിക്കായിട്ട് നമ്മൾ കൊടുത്തത്. അതിൽ ഉള്ള ഫോളോ അപ്പിന് വേണ്ടിയിട്ട് നമ്മൾ പല പ്രാവശ്യം സർക്കാരിലും ഇപ്പോൾ യൂണിയനുകളുടെ സഹകരണം ഉണ്ടായിരുന്നു. അവരും കൂടിയാണ് ഫോളോ അപ്പിന് വേണ്ടിയിട്ട് കമ്പനിയിൽ നിന്നും വന്നിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളുടെ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ നേരിട്ട് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ, സെക്രട്ടേറിയറ്റിലെ കൺസേൺ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു മീറ്റിംഗ് വിളിച്ചുകൂട്ടി. അതിനകത്ത് എത്രയും പെട്ടെന്ന് തന്നെ കമ്പനിയിലെ, അതായത് കേരള ഫീഡ്സിലെ ജീവനക്കാരുടെ പേ റിവിഷനെ സംബന്ധിച്ച ഫയലിൽ തീർപ്പ് കൽപ്പിക്കണമെന്ന് അദ്ദേഹം തന്നെ നേരിട്ട് ഒരു നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു. പിന്നെ അതിനുശേഷം ഇപ്പോൾ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൺകറൻസോടുകൂടി തന്നെ പബ്ലിക് എൻ്റർപ്രൈസസ് ബോർഡിൽ പ്ലേസ് ചെയ്തു. പബ്ലിക് എൻ്റർപ്രൈസസ് ബോർഡിൻ്റെ അനുമതി ലഭ്യമായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾക്കിനി മുഖ്യമന്ത്രിയുടെ കൺകറൻസിന് വേണം. അങ്ങനെയാണെങ്കിൽ ക്യാബിനറ്റിൽ വെക്കാനുള്ള അതിൻ്റെ പ്രൊസീഡിങ്സ് മുഴുവൻ കംപ്ലീറ്റ് ആകുള്ളൂ. മുഖ്യമന്ത്രി ഇപ്പോൾ ഈ കർഷക ആത്മഹത്യ, അതുപോലെ തന്നെ ഈ മുല്ലപ്പെരിയാർ പ്രശ്നമൊക്കെ ആയിട്ട് തിരുവനന്തപുരത്തില്ല, അദ്ദേഹം ഓഫീസിലില്ല. അദ്ദേഹം ഇനി നാളെ വൈകുന്നേരം തിരിച്ചെത്തുള്ളൂ. അപ്പോൾ കഴിയുന്നതും ഈ പ്രാവശ്യത്തെ നമ്മളുടെ ക്യാബിനറ്റിൽ പ്ലേസ് ചെയ്യാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും നമ്മൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ ഈ വിവരങ്ങളെല്ലാം കാണിച്ചിട്ട് നമ്മുടെ ട്രേഡ് യൂണിയൻ തന്നിരുന്ന ഈ സമരത്തിനെ കുറിച്ചുള്ള നോട്ടീസ് വിശദീകരിക്കുന്നതിന് വേണ്ടി ഒരു യോഗം വിളിച്ചു. അപ്പോൾ അതിലെ ബഹുമാനപ്പെട്ട ചെയർമാനും നമ്മുടെ പുതിയ ചെയർമാനും അതേപോലെ MD-യും വ്യക്തമായി പറഞ്ഞിരുന്നതാണ് പെട്ടെന്ന് തന്നെ നമ്മളുടെ പേർവിഷൻ്റെ ഫയൽ എളുപ്പത്തിലാക്കാനുള്ള നടപടികൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജീവനക്കാരുടെ ഭാഗത്തു നിന്നും അതിൻ്റെ കൂടുതൽ അവരുടെ സഹകരണം കൂടെ ഉണ്ടായിരുന്നു ഫയൽ പെട്ടെന്ന് മൂവ് ചെയ്യുന്നതിന്. എന്നിരുന്നാൽ തന്നെയും ഇതിനകത്ത് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒപ്പിട്ടത് ഫെബ്രുവരി 2011 കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സൈൻ ചെയ്തത് ഫെബ്രുവരി 2007 ഓർഡർ 2008 വന്നിരിക്കുന്നത്. ഏകദേശം 1 വർഷത്തോളം കഴിഞ്ഞാണ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം അപ്രൂവലായത്. ആ ഒരു കാര്യവും നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ഇത് കഴിയുന്നതും, അതായത് ഇപ്പോൾ ഫിനാൻസിനെ കൂടെ കൺകറൻസ് കിട്ടിയ സ്ഥിതിക്ക് പെട്ടെന്ന് തന്നെ നമ്മളുടെ പേർവിഷൻ്റെ ഉത്തരവ് ഓർഡറാകും. അതൊരു കഴിയുന്നതും ഒരാഴ്ചയ്ക്കാവും, മിക്കവാറും ഈ ഒരു ബുധനാഴ്ചയ്ക്കകം തന്നെ ഓർഡർ ഉണ്ടാകാനുള്ള സർവ്വവിധ സജ്ജീകരണങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്.